എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 19 22 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ഇനി 23-ാമത്തെ ശ്ലോകം. അപ്പോൾ പൃഥു മഹാരാജാവ് 100 അശ്വമേധയാഗം നടത്താൻ ആരംഭിച്ചു. 99 പൂർത്തിയാക്കി 100-ാമത്തെ അശ്വമേധയാഗം നടത്തുമ്പോഴാണ് അതിൽ അസൂയ തോന്നിയ ദേവേന്ദ്രൻ വേഷം മാറി വന്നിട്ട് അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ആദ്യത്തെ അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അത്രി മഹർഷി പൃഥുവിൻ്റെ പുത്രനെയാണ് ഏൽപ്പിച്ചത് ഇന്ദ്രനെ വധിക്കാനായിട്ട്. പൃഥുപുത്രൻ അവിടെ ചെന്നു. അപ്പോൾ പുത്രൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ആ വേഷവും അതുപോലെ ആ കുതിരയെയും അവിടെ ഉപേക്ഷിച്ചിട്ട് അപ്രത്യക്ഷമായി. വീണ്ടും പൃഥുപുത്രൻ തിരിച്ചു കൊണ്ടുവന്നു. യാഗശാലയിലേക്ക് അശ്വത്തെ തിരിച്ചു കൊണ്ടുവന്നു. വീണ്ടും ദേവേന്ദ്രൻ വേഷം മാറി വന്ന് വീണ്ടും അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. ഇപ്പോഴും അത്രി മഹർഷി തന്നെയാണ് പൃഥുപുത്രനോട് പറഞ്ഞത് ദേവേന്ദ്രനെ വധിക്കാനായിട്ട്. അങ്ങനെ പൃഥുവിൻ്റെ പുത്രൻ വിജിതാശ്വൻ ദേവേന്ദ്രൻ്റെ പിന്നാലെ പാഞ്ഞു. വിജിതാശ്വൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായ ഈ ദേവേന്ദ്രൻ കുതിരയെയും ആവേശത്തെയും ഉപേക്ഷിച്ചിട്ട് അദൃശ്യനായി നിന്നു. പക്ഷെ എവിടെയും പോയില്ല. ആ യാഗശാലയുടെ പരിസരത്ത് തന്നെ അവിടെ തന്നെ അദൃശ്യനായിട്ട് നിന്നു. അങ്ങനെ വീണ്ടും വിജിതാശ്വൻ അശ്വത്തെ യാഗശാലയിലേക്ക് കൊണ്ടുവന്നു. ഇവിടം തൊട്ടാണ് ദേവേന്ദ്രനാണ് ഈ ഒരു പാഗണ്ഡം എന്ന ഒരു വിഭാഗം, പാഗണ്ഡക്കാർ എന്ന് പറഞ്ഞാൽ അർത്ഥം വേദവിരുദ്ധമായിട്ട് ജീവിക്കുന്നവർ. വേദത്തിൽ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മളിത് മുന്നേ കേട്ടിട്ടുണ്ട്. മഹാദേവൻ്റെ ശാപം കിട്ടിയ തക്ഷൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ശാപം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, നന്ദിക്കും മറ്റ് ശിവഭൂതഗണങ്ങൾക്കും പാഗണ്ഡന്മാരെ പോലെ, അതായത് വേദവിരുദ്ധരായിട്ട് ജീവിക്കുന്നവരാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം ഇപ്പുറത്ത് മഹർഷിമാർ, ഇവർ ബ്രാഹ്മണന്മാർ എപ്പോഴും വേദത്തെ മാത്രം അറിയുന്നവരാകട്ടെ, അദ്വൈതത്തെ അറിയാതെ പോകട്ടെ എന്നും പറഞ്ഞ് ശപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർ എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്ത് പാലിക്കേണ്ട സാമാന്യമായ മര്യാദകളെ, ധാർമ്മിക മൂല്യങ്ങളെ അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല എന്ന് വിചാരിച്ച് കഴിയുന്നവർ. അപ്പോൾ അവർ കുറേ കർമ്മങ്ങൾ ചെയ്യും. അതൊക്കെ ഭൗതികമായി നോക്കുകയാണെങ്കിൽ ശരിക്കും അധർമ്മം തന്നെയായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അധർമ്മം ചെയ്യുന്ന കർമ്മത്തിന്, ആ പാപപ്രവൃത്തികൾക്ക് തുടക്കമിട്ടത് ദേവേന്ദ്രനാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു യുഗത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയൊരു കർമ്മത്തിന് തുടക്കമിട്ടത് ദേവേന്ദ്രനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇനി 23-ാമത്തെ ശ്ലോകത്തിൽ. യാനി രൂപാണി ജഗൃഹേ ഇന്ദ്രോ ഹയ ജിഹീർഷയ താനി പാപസ്യ ഖണ്ഡാനി ലിംഗം ഖണ്ഡം ഇഹ ഉച്യതേ. യാനി രൂപാണി, ഏതെല്ലാം രൂപങ്ങളാണോ ജഗൃഹേ സ്വീകരിച്ചത് ഇന്ദ്രോ ദേവേന്ദ്രൻ, ഹയ ജിഗീർഷയ, അതായത് പൃഥു ചക്രവർത്തി നടത്തുന്ന അശ്വമേധയാഗത്തിലെ ഹയം കുതിരയെ ജിഗീർഷയ അപഹരിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ ഏതൊക്കെ രൂപങ്ങളെ സ്വീകരിച്ചുവോ താനി അതെല്ലാം പാപസ്യ പാപത്തിൻ്റെ ഖണ്ഡാനി ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നു എന്ന്. അതൊക്കെ പാപത്തിൻ്റെ ലക്ഷണം അവിടെ നിന്ന് മുതലാണ് ആരംഭിച്ചത്. ഇനി ഖണ്ഡം ഇഹ, ഖണ്ഡം എന്ന് വെച്ചാൽ ഉച്യതേ പറയപ്പെടുന്നത് ലിംഗം എന്നാണെന്ന്. ഖണ്ഡം എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് പറയപ്പെടുന്നത് ലിംഗം എന്നാണ്. എന്ന് വെച്ചാൽ പാപം ഒരു അവയവ രൂപത്തിൽ, ഒരു ലിംഗരൂപത്തിൽ വന്നു എന്നാണ് അർത്ഥം.
അതാണ് ഈ പാപസ്യ ഖണ്ഡാനി എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ലക്ഷണം ഇതിനെയൊക്കെ ദേവേന്ദ്രൻ എടുത്തണിഞ്ഞ ആ രൂപങ്ങളെല്ലാം പാപത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ പാപം ഒരു ശരീരരൂപം എടുത്തു വരിക. കാരണം ആദ്യം വന്നത് ആരുടെ വേഷത്തിലെ? കള്ളൻ്റെ വേഷത്തിലല്ല, നല്ല സാത്വികനായ ധർമ്മിഷ്ഠനായ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് ദേവേന്ദ്രൻ ആദ്യം വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സന്യാസിയല്ല, ഉള്ളുകൊണ്ട്. എന്നിട്ട് കപട സന്യാസി, സന്യാസം എന്ന വേഷത്തെ ധരിച്ച് നടക്കുക. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ഉള്ളുകൊണ്ട് മനസ്സാൽ സന്യാസം, ഒന്നിനെയും മതി വരാതെ, അതായത് ഉപേക്ഷിക്കലല്ല സന്യാസം. നമ്മൾ മുന്നേ ഭഗവത്ഗീത പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. അതായത് വേണ്ടാതാവല്, മനസ്സുകൊണ്ട് ഒന്നും വേണ്ടാതായിട്ടില്ല, വിരക്തി വരാതെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട്, ഇഷ്ടമുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേഷം കൊണ്ട് സന്യാസം ധരിച്ച് നടക്കുന്നവർ നമ്മൾ ഈ കലിയുഗത്തിൽ ഒത്തിരി പേരെ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. വേഷം കൊണ്ട് സന്യാസം മാത്രം, അതായത് ബാഹ്യ സന്യാസം മാത്രം. ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആന്തരിക സന്യാസം വന്നിട്ടില്ല. ബാഹ്യമായിട്ട് സന്യാസത്തിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന കപട സന്യാസികൾ. ഇതിൻ്റെ തുടക്കമിട്ടത് ദേവേന്ദ്രനായിരുന്നു. ഒരു കപട സന്യാസിയുടെ വേഷം ധരിച്ച് ദേവേന്ദ്രൻ ആദ്യം വന്നത്. പിന്നെ വന്നതോ ശിവഭൂതഗണമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ. അപ്പം ശിവഭൂതഗണങ്ങൾ ഈ വേദവിരുദ്ധരായിട്ട് ജീവിക്കുന്നവരാണല്ലോ. അപ്പം ആ ശിവഭൂതഗണമായിട്ട് തോന്നിക്കുന്ന രീതിയിലായിരുന്നു രണ്ടാമത് വന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ വേഷങ്ങളെല്ലാം പാപത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഖണ്ഡം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറയുന്നത്? ഉച്യത എന്ന് വെച്ചാൽ പറയപ്പെടുന്നു. ഖണ്ഡം എന്നാൽ ലിംഗം എന്നാണ് അർത്ഥം. അപ്പം പാപം ഒരു അവയവത്തിൻ്റെ ഒരു ശരീരരൂപം എടുത്തു വന്ന എന്ന അവസ്ഥയായി മാറി അവിടെയെന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 24, 25 കേട്ടോ. ഏവം ഇന്ദ്രേ ഹരതി അശ്വം വൈന്യ യജ്ഞ ജിഗാംസയാ തത് ഗൃഹീത വിസൃഷ്ടേഷു പാകണ്ഡേഷു മതിഹി നൃണാം. രണ്ട് ശ്ലോകം ഒരുമിച്ച്. ധർമ്മ ഇതി ഉപധർമ്മേഷു നഗ്ന രക്ത പടാദിഷു പ്രായേണ സജ്ജതേ ഭ്രാന്ത്യാ പേശലേഷു ച വാഗ്മിഷു. ഇവിടെ പറയുന്നത് ഏവം ഇപ്രകാരം ഇന്ദ്ര ദേവേന്ദ്രൻ ഹരതി അശ്വം കുതിരയെ അപഹരിച്ചപ്പോൾ വൈന്യ പൃഥുവിൻ്റെ യജ്ഞ ജിഗാംസയ പൃഥു നടത്തുന്ന യജ്ഞത്തെ ജിഗാംസയ എന്ന് വെച്ചാൽ മുടക്കുവാൻ ആഗ്രഹിച്ച് ഇപ്രകാരം ദേവേന്ദ്രൻ ആ കുതിരയെ അപഹരിക്കാനായിട്ട് അതിനു വേണ്ടി ഗൃഹീത എന്ന് വെച്ചാൽ സ്വീകരിക്കുക, വിസൃഷ്ടേഷു എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ആദ്യം സ്വീകരിച്ചു, അതിനു വേണ്ടിയിട്ട് ആദ്യം സ്വീകരിച്ചു, പിന്നീട് ഉപേക്ഷിച്ച പാകണ്ഡേഷു, ആ പാകണ്ഡ വേഷങ്ങൾ, പാപപൂരിതമായ ആ വേഷങ്ങൾ, മതിഹി, ആ വേഷങ്ങളാണ്. മതി എന്ന് വെച്ചാൽ ചിന്തിക്കുക. നൃണാം മനുഷ്യർ, ധർമ്മ ഇതി ഇതാണ് ധർമ്മം എന്ന് മനുഷ്യൻ ചിന്തിച്ചു. ഉപധർമ്മേഷു അധർമ്മത്തെ, അതായത് ഉപധർമ്മേഷു എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുക, അധർമ്മത്തെ ധർമ്മമെന്ന് മനുഷ്യൻ അതോടെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അതും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. കണക്ട് ചെയ്തോളൂ, ചിന്തിച്ചോളൂ അല്ലേ. ശരിക്കും ഒരു സന്യാസി, യഥാർത്ഥത്തിൽ ഒരു സന്യാസി അല്ലാത്തവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഒത്തിരി പേര് പിന്നാലെ പറയുന്നുണ്ട്. എന്തൊക്കെയോ അവരെ ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അല്ലേ. അതേപോലെ മനുഷ്യർ ഇതേപോലെയുള്ള പാപപൂരിതമായ വേഷങ്ങൾ കണ്ടിട്ട്, കപടവേഷങ്ങൾ കണ്ടിട്ട് ഇത് ധർമ്മമാണ്, ഇവരെയൊക്കെ ബഹുമാനിക്കണം, ഇവരെയൊക്കെ ആദരിക്കണം, അവർ പറയുന്നത് പിന്തുടരണം, ഇതാണ് ധർമ്മം എന്ന് തെറ്റിദ്ധരിച്ച്, ഉപധർമ്മേഷു എന്ന് വെച്ചാൽ തെറ്റിദ്ധരിച്ചിട്ട്, അധർമ്മത്തെ ധർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യൻ ചിന്തിച്ചപ്പോൾ നഗ്ന രക്തപടാദിഷു, അതിവിടെ ദേവേന്ദ്രൻ എടുത്ത വേഷങ്ങളെ പറയുന്നത് കേട്ടോ. ആദ്യം രക്തപടം എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ കളർ, ചുവന്ന വേഷം എന്ന് വെച്ചാൽ സന്യാസ വേഷം ധരിച്ചിട്ടാണ് ആദ്യം വന്നത്. പിന്നെ നഗ്നനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മളിതിൽ കണ്ടിട്ടില്ല, വിശദീകരണത്തിൽ കണ്ടിട്ടില്ല. പല രീതിയിലും നഗ്നനായിട്ടും സന്യാസ വേഷം ധരിച്ചും ചിലപ്പോൾ ശിവഭൂതഗണങ്ങളെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ശിവഭൂതഗണങ്ങളുടെ വേഷം അല്ലെങ്കിൽ സന്യാസ വേഷമൊക്കെ എടുത്ത് അണിഞ്ഞ് വരുന്നത് അവരുടെ പേശലേഷു എന്ന് വെച്ചാൽ അർത്ഥം ആ ഒരു
വേഷം കാണുമ്പോൾ ആകർഷണീയതയും അതുപോലെ വാഗ്മിഷു അവരുടെ വാക്ചാതുര്യത്തിൽ വീണുപോയിട്ട് ആളുകൾ വീണുപോയിട്ട് പ്രായേണ സജ്ജതേ ഭ്രാന്ത്യ എന്ന് വെച്ചാൽ ശരിക്കൊരു അറിവില്ലാത്ത ആളുകൾ അതൊക്കെ സാധാരണ ഇതിലേക്ക് പ്രായേണ സാധാരണ സജ്ജത എന്ന് വെച്ചാൽ ആകർഷിക്കപ്പെടുന്നു, ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന ലോകത്ത്? ഇങ്ങനത്തെ കപട സന്യാസ വേഷം ധരിച്ച് നടക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അവരെ പൂജിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ പിന്തുടരണം, അവരെ ഗുരുവായി സ്വീകരിച്ചിട്ട് അവരുടെ പിന്നാലെ ഇതാണ് ധർമ്മം എന്ന് കരുതി അവരുടെ സന്യാസവേഷം നഗ്നവേഷമൊക്കെ കണ്ടിട്ട് അതിലേക്ക് ആകൃഷ്ടരായിട്ട് അവരുടെ വാക്ചാതുര്യം നന്നായി സംസാരിക്കാനൊക്കെയുള്ള കഴിവുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് സാധാരണ വിഡ്ഢികളായ അറിവില്ലാത്ത മനുഷ്യർ അതിലാകർഷണീയരായിട്ട് ഇതാണ് ധർമ്മം എന്ന് തെറ്റിദ്ധരിച്ചു പോകും എന്നാണ് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ ഒരു പാഗണ്ഡന്മാർ ദേവേന്ദ്രൻ ചെയ്തു വെച്ചതിൻ്റെ വിനയാണ് ഇന്നും നമ്മൾ ഈ കലിയുഗത്തിൽ കാണുന്നത്. ആ പാഗണ്ഡ വേഷം, ഏറ്റവും പരിശുദ്ധമായ വേഷത്തെ കപടമായി ഉപയോഗിച്ചിട്ട് ആ വേഷത്തിൽ വന്ന് വലിയൊരു അധർമ്മം പ്രവർത്തിക്കുക. പൃഥുവിൻ്റെ യജ്ഞത്തെ മുടക്കാനായി, അശ്വത്തെ അപഹരിക്കാനായി ദേവേന്ദ്രൻ എടുത്തണിഞ്ഞ വേഷങ്ങൾ, പിന്നീട് ഉപേക്ഷിച്ച വേഷങ്ങൾ, അതൊക്കെ എങ്ങനെയുള്ളായിരുന്നു? നഗ്നമായ വേഷം, സന്യാസവേഷം, ശിവഭൂതഗണങ്ങളുടെ വേഷങ്ങളൊക്കെ ആയിരുന്നു. ഈ വേഷങ്ങളും അതിൽ കണ്ട് അപ്പോൾ ആ നഗ്നത കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു അശ്വ അത്രയ്ക്കും അദ്വൈതത്തിൽ ലയിച്ചിട്ടാണ് അവരങ്ങനെ നടക്കുന്നത്. അവർക്ക് ശരീരബോധം ഇല്ലാണ്ടായിട്ടാണ് അവർ നഗ്നതയിൽ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേദവിരുദ്ധമാണ് അല്ലേ? വേദത്തിൽ അതൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നടക്കുക, അതുപോലെ സന്യാസ വേഷം ധരിച്ച് നടക്കുക. ബാഹ്യ സന്യാസം മാത്രമേ ഉള്ളൂ, ആന്തരികമായിട്ടൊന്നും വേണ്ടതായിട്ടില്ല. അതൊക്കെ കണ്ട് അവരുടെ വാക്ചാതുര്യവും അവർ ഭയങ്കര സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവൊക്കെ കാണിച്ച് സാധാരണ അറിവില്ലാത്ത മനുഷ്യർ ഇത് ധർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു അവസ്ഥയും പിന്നീട് വരും എന്നാണ് പറയുന്നത്. കേട്ടോ, അപ്പോൾ ഇതിനൊക്കെ തുടക്കമിട്ട സംഭവമാണ് പൃഥുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്, ദേവേന്ദ്രനിലൂടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 26. തത് അഭിജ്ഞായ ഭഗവാൻ പൃഥുപരാക്രമഃ ഇന്ദ്രായ കുപിതഃ ബാണം ആദത്ത ഉദ്യത കാർമുകഃ. തത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഭാവിയിൽ ഉണ്ടാകും. അതായത് ഇതുപോലെ പാഗണ്ഡവേഷം, പാപപൂരിതമായ പ്രച്ഛന്ന അല്ലെങ്കിൽ കപടവേഷം ധരിച്ച് പാപം പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ലോകത്ത് പെരുകും. ഇത് അഭിജ്ഞായ, ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ അവതാരമായ പൃഥു ചക്രവർത്തി, പൃഥുപരാക്രമഃ മഹാപരാക്രമിയായ പൃഥു ചക്രവർത്തി, ഇന്ദ്രായ കുപിതഃ ഇന്ദ്രനോട് കോപം വന്നു. കാരണം ഇതിനൊരു വിത്തിട്ടത് ബീജട്ടത് ഇന്ദ്രനല്ലേ. അപ്പം അത് ഇന്ദ്രനോട് കോപം വന്നിട്ട് ഉദ്യത കാർമുക തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ച് ബാണം ആദത്ത ഇന്ദ്രന് നേരെ. അപ്പം ഇത്ര നാളും പൃഥുവിൻ്റെ പുത്രൻ വിജിതാശ്വനായിരുന്നു ഇന്ദ്രനെ വധിക്കാൻ പോയത്. ഇപ്പോൾ ഇങ്ങനെ ഇന്ദ്രൻ ചെയ്യുന്ന ഈ കപടപ്രവൃത്തിയുടെ ഈ പാപത്തിൻ്റെ ഫലമായിട്ട് ഈ ലോകത്ത് പാഗണ്ഡന്മാർ പെരുകും, ഇതുപോലെയുള്ള പാപപ്രവർത്തികൾ കൂടുമെന്ന് മനസ്സിലാക്കിയ പൃഥു ചക്രവർത്തിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ മകനെയല്ല, അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങിയിട്ട് ഇന്ദ്രനോട് ദേഷ്യം വന്നിട്ട് കയ്യിലുള്ള വില്ലെടുത്തിട്ട് അസ്ത്രം പ്രയോഗിക്കുകയാണ് ഇന്ദ്രന് നേരെ. അങ്ങനെ പ്രയോഗിക്കാൻ തുനിഞ്ഞ സമയത്ത് ശ്ലോകം 27 നമ്മൾ കാണുന്നത് ആ അശ്വമേധയാഗം നടക്കുന്ന യാഗശാലയാണല്ലോ, 100ാമത്തെ യാഗമാണ് നടക്കുന്നത്. ആ യാഗശാലയിൽ ഇരിക്കുന്ന ബ്രാഹ്മണന്മാരെല്ലാവരും തടഞ്ഞു, പുരോഹിതന്മാർ പൃഥുവിനെ തടഞ്ഞു. കാരണം എന്തായിരിക്കും? ഒരു യജ്ഞശാലയിൽ വധം പറഞ്ഞിട്ടുള്ളത് മൃഗബലി മാത്രമാണ്, അതും വധമല്ല. അവർ സ്വയം അതിന് തയ്യാറാവുകയാണ്. മറ്റൊരാളെയും ഒരു യജ്ഞശാലയിൽ വധിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആ യജ്ഞത്തിൻ്റെ യജമാനനായിട്ടിരിക്കുന്ന ആള്. അവിടെ ഒരു വധം സംഭവിക്കാൻ പാടില്ല, അത് വേദവിരുദ്ധമാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് മഹർഷിമാർ പൃഥുവിനെ തടഞ്ഞു, അങ്ങ് ഈ കർമ്മം ചെയ്യാൻ പാടില്ല ഈ സമയത്ത്. അതാണ് നമ്മൾ 27 കാണുന്നത്. തം ഋത്വിജ ചക്രവധഃ അഭിസന്ധിതം വിചക്ഷ്യ ദുഷ്പ്രേക്ഷ്യ അസഹ്യരംഹസം നിവാരയാമാസ അഹോഹോ മഹാമതേ ന യുജ്യതേ അത്ര അന്യവധഃ പ്രചോദിതാത്. അപ്പോൾ ഇവിടെ പറയുന്നത്
ആ പൃഥുവിനെ ഋത്വിജഹ എന്ന് വെച്ചാൽ മഹർഷിമാർ, അവിടെ ഉണ്ടായിരുന്ന യാഗം ചെയ്യുന്ന യജ്ഞം അനുഷ്ഠിക്കുന്ന പുരോഹിതന്മാർ ശക്രവദഹ ഇന്ദ്രനെ വധിക്കാനായിട്ട്, ശക്രവദഹ ഇന്ദ്രനെ വധിക്കാനായിട്ട് അഭിസന്ധിതം, അതിനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാനായിട്ട് നിൽക്കുന്ന, അതാണ് ശക്രവദഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ വധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ദുഷ്പ്രേക്ഷ്യ, കാണാൻ അത്രയ്ക്കും ഭയാനക രൂപമായി അപ്പോഴേക്കും പൃഥുവിൻ്റെ അത്രയ്ക്കും ദേഷ്യം വന്നു എന്ന്. അസഹ്യരംഹസം, സഹിക്കാൻ കഴിയാത്ത വേഗതയും, ഒന്നും ചിന്തിക്കുന്നില്ല പൃഥു. അപ്പോൾ വളരെ ഭയാനകമായ മുഖഭാവം, വളരെ ഭയമുണ്ടാക്കുന്ന ഒരു ഭാവമായി ഇന്ദ്രനോട് കോപം വന്നിട്ടേ വലിയൊരു അധർമ്മത്തിൻ്റെ വിത്ത് ഇവിടെ ഇടല്ലേ ഈ ഒരു കർമ്മത്തിലൂടെ. അപ്പം ഇന്ദ്രനോട് കോപം വന്ന് മുഖമാകെ ഭയാനകമായി, സഹിക്കാൻ കഴിയാത്ത സ്പീഡ്, വേഗത, ആ വേഗതയോടുകൂടി ഇന്ദ്രനെ വധിക്കാൻ അസ്ത്രമെടുത്ത് പ്രയോഗിക്കാൻ നിൽക്കുന്ന പൃഥു മഹാരാജാവിനോട് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ വിചക്ഷ എന്ന് വെച്ചാൽ അവർ കണ്ടിട്ട്, പൃഥുവിനെ അങ്ങനെ കണ്ടിട്ട് നിവാരയാം ആസ, അവർ അതിനെ തടഞ്ഞു. എന്നിട്ട് പറയാണ്, അഹോ മഹാമതേ, അല്ലയോ മഹാത്മാവായ രാജാവേ, ന യുജ്യതേ, അങ്ങത് ചെയ്യാൻ പാടില്ല അത്ര. കാരണം ഈ യാഗശാലയിൽ അന്യവതഹ, മറ്റൊന്നിനെ വധിക്കുന്നത് പ്രചോദിതാത് എന്ന് വെച്ചാൽ വേദവിരുദ്ധമാണ്, ശാസ്ത്രത്തിന് നിഷേധമായിരിക്കും അത്. ഒരു യജ്ഞം നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് ആ യജ്ഞ ബലിക്കായി വെച്ചിരിക്കുന്ന മൃഗത്തിനെ അല്ലാതെ മറ്റൊന്നിനെ, ഒരു പ്രാണിയെ പോലും വധിക്കുക. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം, ദേവന്മാരുടെ കാര്യവും പറയേണ്ടതുണ്ടോ? ഒരു പ്രാണിയെ പോലും വധിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും വലിയ ദേവേന്ദ്രനെ, സ്വർഗാധിപതിയായ ദേവേന്ദ്രനെ അങ്ങൊരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, ഇത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആ പുരോഹിതന്മാർ പൃഥുവിൻ്റെ ആ ശ്രമത്തെ തടഞ്ഞു. ഇനി തടഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിനൊരു പരിഹാരമുണ്ട്. അങ്ങ് ചെയ്യണ്ട, പക്ഷെ ഞങ്ങൾ ചെയ്യാം എന്ന് പറയാണ് അവർ. ആ പരിഹാരമാണ് അവർ 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വയം മരുത്വന്തം ഇഹ അർത്ഥനാശനം ഹൊയാമഹേ ത്വത് ശ്രവസാ ഹതത്വിഷം അയാതയാമ ഉപഹവൈഹി അയാതയാമ ഉപഹവൈഹി അനന്തരം പ്രസഹ്യരാജൻ ജുഹവാമ തേ അഹിതം. അതായത് പറയാണ് അവർ, വയം, അങ്ങ് ചെയ്യണ്ട, വയം എന്ന് വെച്ചാൽ ഞങ്ങൾ, മരുത്വന്തം എന്ന് വെച്ചാൽ ആ ദേവേന്ദ്രനെ, ഇഹ എന്ന് വെച്ചാൽ ഇവിടേക്ക്, അർത്ഥനാശനം എന്ന് വെച്ചാൽ അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക്, അങ്ങ് നടത്തുന്ന ഈ അശ്വമേധ യാഗത്തെ നശിപ്പിക്കാൻ, അതിന് ദോഷം ചെയ്യാൻ, അതിന് തടസ്സം ചെയ്യാൻ വന്നവനും, പിന്നെ അതിലൂടെ, അതായത് ആ കർമ്മം ചെയ്യുന്നതിലൂടെ വലിയൊരു പാപം ഇന്ദ്രൻ പ്രവർത്തിച്ചു. പിന്നെ ത്വത് ശ്രവസ, അങ്ങയുടെ മാഹാത്മ്യം, അങ്ങയുടെ കീർത്തി കൊണ്ട് ഹതത്വിഷാം, എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടവനുമായ മരുത്വന്തം ആ ദേവേന്ദ്രനെ ഹൊയാമഹേ എന്ന് വെച്ചാൽ ആവാഹിച്ച് വരുത്തുകയെന്ന്. ഇപ്പോൾ സൂക്ഷ്മരൂപത്തിൽ അദൃശ്യനായിട്ടാണ് ദേവേന്ദ്രൻ നിൽക്കുന്നത്. ആ ദേവേന്ദ്രനെ ഞങ്ങളിങ്ങനെ ആവാഹിച്ച് ഇവിടെ വരുത്താം. അയാതയാമ എന്ന് വെച്ചാൽ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത ഉപഹവൈഹി, ആവാഹന മന്ത്രങ്ങളെ പ്രയോഗിച്ചിട്ട് ആ ദേവേന്ദ്രനെ ഞങ്ങൾ ഇങ്ങോട്ട് ആവാഹിച്ച് വരുത്തിയിട്ട് അനന്തരം എന്ന് വെച്ചാൽ അതിനുശേഷം പ്രസഹ്യ, ബലമായിട്ട് അവനെ രാജൻ, അല്ലയോ രാജാവേ, ഇത്തേ അഹിതം, അങ്ങേക്ക് എതിരെ, അങ്ങേക്ക് അഹിതം പ്രവർത്തിച്ച അവനെ ജുഹവാമ, ഈ യാഗാഗ്നിയിലിട്ട് ഈ യാഗാഗ്നിയിൽ ഞങ്ങൾ ഹോമിച്ചു കൊള്ളാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങൊരു വധം ചെയ്യരുത്, പകരം ഞങ്ങൾ അങ്ങ് നടത്തുന്ന ഈ യജ്ഞത്തിന് തടസ്സം നിന്ന ആ ദേവേന്ദ്രനെ ഞങ്ങൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ആ ഒരു ആവാഹന മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ മന്ത്രം ജപിച്ച് ദേവേന്ദ്രനെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ യാഗഭൂമിയിലേക്ക് ആവാഹിച്ച് വരുത്തിയിട്ട് അങ്ങേക്ക് അഹിതം പ്രവർത്തിച്ച അവനെ, ആ ദേവേന്ദ്രനെ ഈ ഹോമകുണ്ടത്തിലേക്ക് ഞങ്ങൾ ഹോമിച്ചു കൊള്ളാം. അതോടുകൂടി ദേവേന്ദ്രൻ ഇല്ലാതാവും. അങ്ങ് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്കത് ചെയ്യാം. അപ്പം ഞങ്ങൾ യാഗത്തിന് തടസ്സം നിൽക്കുന്നവരെ ആ ഹോമാഗ്നിയിൽ ഞങ്ങൾക്ക് ഭസ്മമാക്കാൻ കഴിയും, പക്ഷെ അങ്ങ് ചെയ്യരുത്, അത് വേദത്തിന് വിരുദ്ധമാണ് എന്ന് മഹർഷിമാരെ, ആ പുരോഹിതന്മാരെ പൃഥുരാജാവിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ പുരോഹിതന്മാർ ദേവേന്ദ്രനെ ആവാഹിച്ചു വരുത്താനുള്ള ആവാഹന മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ശ്ലോകം 29. ഇതി ആമന്ത്ര്യ ക്രതുപതിം വിദുര അസ്യ ഋത്വിജ രുഷ ശൃഗ് ഗസ്താൻ ജുഹദഃ അഭേദ്യ സ്വയംഭൂ പ്രത്യഷേധത.
പ്രത്യഷേധത ഇതി ആമന്ത്ര്യ, ഇപ്രകാരം അറിഞ്ഞപ്പോൾ, ക്രതുപതി എന്ന് വെച്ചാൽ ആ യജ്ഞത്തിൻ്റെ പതിയായ പൃഥുവിനെ, വിതുര അല്ലയോ വിതുര, മൈത്രേയ മഹർഷി വിളിക്കുകയാണ് അല്ലയോ വിതുര, അസ്യ ആ പൃഥുവിൻ്റെ ഋത്വിജ പുരോഹിതന്മാർ. അപ്പോൾ പുരോഹിതന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ പൃഥുവിനെ മനസ്സിലായി. അപ്പോൾ പൃഥു രാജാവ് അസ്ത്രമൊക്കെ താഴെ വെച്ചു. അതിനുശേഷം ഉഗ്രകോപത്തോടുകൂടി രുഷ ജുഹ്വതഹ എന്ന് വെച്ചാൽ ഉഗ്രകോപത്തോടുകൂടി ഈ പൃഥുരാജാവിൻ്റെ പുരോഹിതന്മാരായിരുന്നവർ ശൃഗ് ഗസ്താൻ എന്ന് വെച്ചാൽ കയ്യിൽ ആ ഒരു ആവാഹനം മന്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞക്കരണ്ടി ഇങ്ങോട്ട് എടുത്തു എന്ന് മനസ്സിലായ. ആ യജ്ഞക്കരണ്ടി കയ്യിൽ അങ്ങോട്ട് എടുത്തു ഈ പുരോഹിതന്മാർ. എന്നിട്ട് അഭേത്യ എന്ന് വെച്ചാൽ മന്ത്രം അങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങവേ സ്വയംഭൂവായ ബ്രഹ്മദേവൻ പ്രത്യഷേധത അതിനെ തടഞ്ഞു, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു. അപ്പോൾ രാജാവ് പൃഥു ചെയ്യാൻ പോയപ്പോൾ പുരോഹിതന്മാർ തടഞ്ഞു. പുരോഹിതന്മാർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ അവിടെ വന്നിട്ട് അവരെ തടഞ്ഞു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പൃഥു മഹാരാജാവ് പുരോഹിതർ പറഞ്ഞത് കേട്ടു, അസ്ത്രമൊക്കെ താഴെ വെച്ചു. അതിനുശേഷം യജ്ഞം മുടക്കാൻ നോക്കിയ ദേവേന്ദ്രനോട് കോപം വന്ന ഈ പൃഥുവിൻ്റെ പുരോഹിതന്മാർ കയ്യിൽ ആ യജ്ഞക്കരണ്ടി എടുത്തിട്ട് ആവാഹന മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങവേ ബ്രഹ്മദേവൻ വന്ന് തടഞ്ഞു. ഇനി ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ശ്ലോകം 30. ന വദ്യഃ ഭവതാം ഇന്ദ്ര യത് യജ്ഞഃ ഭഗവത്തനുഃ യം ജിഗാംസത യജ്ഞേന യസ്യ ഇഷ്ടാഃ തനവഃ സുരാഃ. ന വദ്യഃ വധിക്കാൻ പാടില്ല, ഭവതാം നിങ്ങൾ. ഇപ്പം ബ്രഹ്മദേവൻ വന്നിട്ട് ആ പുരോഹിതന്മാരോട് പറയാണ്, നിങ്ങൾ വധിക്കാൻ പാടില്ല ഇന്ദ്ര, ആ ഇന്ദ്രനെ. അപ്പം നിങ്ങൾ ദേവേന്ദ്രനെ വധിക്കാൻ പാടില്ല. യത് എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ യജ്ഞഃ ഭഗവത്തനു, ഇപ്പോൾ ദേവലോകത്തിൻ്റെ അധിപതിയായ ദേവേന്ദ്രനായിട്ടിരിക്കുന്നത് യജ്ഞനാണ്. യജ്ഞൻ ആരാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? രുചിര മഹർഷിയുടെയും ആകൂതിയുടെയും പുത്രനായ യജ്ഞനാണ്. ഈ യജ്ഞൻ എന്ന് പറയുന്നത് ഭഗവത്തനു, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള യജ്ഞനാണ് ഇപ്പോൾ ഈ കാലത്ത് ദേവലോകത്തിൻ്റെ അധിപതിയായ ദേവേന്ദ്രനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദേവേന്ദ്രനായിരിക്കുന്നതും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെ, പൃഥുവായിരിക്കുന്നതും ഭഗവാന്റെ അവതാരം തന്നെ. മനസ്സിലായോ? എന്നിട്ട് പറയാണ്, ഇപ്പോൾ നിങ്ങളൊരിക്കലും പുരോഹിതരെ, നിങ്ങളൊരിക്കലും ദേവേന്ദ്രനെ വധിക്കാൻ പാടില്ല. കാരണം ദേവേന്ദ്രനായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന യജ്ഞൻ, ആകൂതിയുടെയും രുചിയുടെയും മകനായി ജനിച്ച യജ്ഞൻ ഭഗവാന്റെ അവതാരമാണ്. ഭഗവത്തനു, ഭഗവാന്റെ ശരീരമാണത്. അതുമാത്രമല്ല യം ജിഗാംസത യജ്ഞേന. രണ്ടാമത് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ഒരു യജ്ഞം നടക്കുമ്പോൾ യം ജിഗാംസത, ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് ആരെയും കൊല്ലാനായിട്ട് മനസ്സാൽ ആഗ്രഹിക്കാൻ പാടില്ല എന്ന്. ആർക്കെങ്കിലും ഒരു നാശം വരാൻ, ഒരു ദോഷം വരാൻ വേണ്ടി യജ്ഞം, പൂജകൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരിക്കലും മറ്റൊരാളെ നശിപ്പിക്കാനോ വധിക്കാനോ വേണ്ടി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് രണ്ടാമത്തത്. മൂന്നാമത്തത് യസ്യ ഇഷ്ടാഹ. യസ്യ ഇഷ്ടാഹ എന്ന് വെച്ചാൽ ആരൊക്കെയാണോ അങ്ങ് ഈ നടത്തുന്ന യജ്ഞകുണ്ടത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുന്ന ഈ യജ്ഞദ്രവ്യങ്ങളെ സ്വീകരിക്കുന്ന, അതിനെയൊക്കെ സ്വീകരിച്ച് അങ്ങ് ആരാധിക്കുന്ന ദേവന്മാർ, സുരാഹ, ആ ദേവന്മാർ ആരൊക്കെയാണോ തനവഹ, അവരുടെ ശരീരം എന്ന് പറഞ്ഞത് അവരുടെ രാജാവായ ദേവേന്ദ്രൻ്റെ ഭാഗമാണ്. ഈ യജ്ഞത്തിൻ്റെ ഹവിസിനെ സ്വീകരിക്കേണ്ട ദേവന്മാരുണ്ടല്ലോ, ഓരോ ദേവന്മാർ. യജ്ഞം എന്തിനാ നടത്തുന്നത്? നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട പഞ്ചഭൂതങ്ങൾ എല്ലാം നമുക്ക് നൽകി തരുന്ന എല്ലാ ദേവന്മാരെയും അവർ നമുക്കിത് വേണ്ടതുപോലെ തരുന്നതിന് അവർ കൃതജ്ഞതയോടുകൂടി നമ്മൾ അവർക്ക് സമർപ്പിക്കുന്ന, അവരെ ആരാധിച്ചുകൊണ്ട് അവർക്ക് സമർപ്പിക്കുന്നതാണ്, സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന കർമ്മമാണ് യാഗവും യജ്ഞവും എന്ന് പറയുന്നത്. അപ്പോൾ അവർ സന്തോഷത്തോടെ സംതൃപ്തിയോടെ, നമ്മുടെ സങ്കല്പം പ്യുവറാണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ തീർച്ചയായും അവർ പൂർണ്ണമായ മനസ്സോടെ ആ ഒരു
സന്തോഷത്തോടു കൂടി വന്ന് ഈ യജ്ഞഹവിസിനെ സ്വീകരിച്ചു പോകും എന്നാണ് വേദങ്ങൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും അവർ സ്വീകരിക്കും. അപ്പം അങ്ങ് ഇവിടെ ദേവേന്ദ്രനെ വധിക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബ്രഹ്മദേവൻ പറയാണ്, പുരോഹിതരെ, നിങ്ങൾ ദേവേന്ദ്രനെ വധിക്കുമ്പോൾ ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഈ ദേവന്മാരുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്, ദേവേന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ ദേവന്മാരൊക്കെ. അപ്പോൾ ദേവേന്ദ്രനെ വധിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ദേവന്മാരാരും ഈ യജ്ഞത്തിൻ്റെ ഭാഗം സ്വീകരിക്കാൻ പറ്റില്ല, പിന്നെ അവർക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? പ്രകൃതിയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അവർക്ക് തിരിച്ചങ്ങോട്ട് ആ യജ്ഞം കൊടുത്ത് നമ്മൾ അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അവർ തിരിച്ച് വേണ്ടതൊന്നും ഈ പ്രപഞ്ചത്തിന് നൽകില്ല. അപ്പം അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു യജ്ഞം നടക്കുമ്പോൾ ഒരാളെയും വധിക്കണമെന്ന് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പാടില്ല. മറ്റൊരാൾക്ക് ദോഷം വരാൻ വേണ്ടി ഈ ഒരു കർമ്മം ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ദേവേന്ദ്രനായിരിക്കുന്നത് യജ്ഞനാണ്. യജ്ഞൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരമാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടും പുരോഹിതരെ, നിങ്ങൾ ഒരിക്കലും ദേവേന്ദ്രനെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ശ്ലോകം 33 പറയാണ്. എന്നിട്ട് ഇപ്പം ബ്രഹ്മാവിൻ്റെ സംഭാഷണമാണ് കേട്ടോ. തദീതം പശ്യത മഹദ്ധർമ്മ വ്യതികരം ദ്വിജാഹ ഇന്ദ്രേണ അനുഷ്ഠിതം രാജ്ഞ കർമ്മ ഏതത് വിജികാം സദാ. എന്നിട്ട് പറയാണ് ബ്രഹ്മദേവൻ ട്ടാ, പശ്യത, നിങ്ങൾ കാണൂ, തത് ഇതം, ഈ പ്രവൃത്തി നിങ്ങൾ കാണൂ എന്ന്. എന്ത് പ്രവൃത്തി? ദ്വിജ എന്ന് വെച്ചാൽ അല്ലയോ ബ്രാഹ്മണരെ, പുരോഹിതരെ, ബ്രഹ്മദേവൻ പറയാണ്, അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾ ഈ പ്രവൃത്തി കാണൂ. മഹത് ധർമ്മ വ്യതികരം, മഹത്തായ ധർമ്മത്തിൻ്റെ ലംഘനമാണ് ദേവേന്ദ്രൻ ചെയ്യുന്നത്. ആ പ്രവൃത്തി നിങ്ങൾ കാണൂ. ഇന്ദ്രേണ അനുഷ്ഠിതം, ഇന്ദ്രനാൽ ചെയ്യപ്പെടുന്ന ഈ പ്രവൃത്തി. രാജ്ഞ, അതുമാത്രമല്ല രാജാവിൻ്റെ കർമ്മമേതത്ത്, രാജാവ് ചെയ്യുന്ന ഈ അശ്വമേധ യജ്ഞമാകുന്ന ഈ കർമ്മത്തെ വിജികാം സദാ എന്ന് വെച്ചാൽ മുടക്കുവാൻ ആഗ്രഹിച്ചിട്ട്, പൃഥുരാജാവ് ചെയ്യുന്ന ഈ കർമ്മത്തെ മുടക്കുവാൻ ആഗ്രഹിച്ച് ദേവേന്ദ്രൻ ചെയ്തു വെച്ച ഈ അധാർമികമായ പ്രവൃത്തികളെ നിങ്ങളൊന്ന് കാണൂ. ഇത് ചെയ്തതാരാ? ദേവേന്ദ്രനാ. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ ഒരു വിത്തിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശുദ്ധമായ വേഷങ്ങളെ കപടമായി ഉപയോഗിച്ച് അതിൻ്റെ പിറകെ പാഞ്ഞ് അതാണ് ശരിയെന്ന് വിചാരിച്ച് കുറേ ആളുകൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന ഒരു വലിയ അധർമ്മം ഇനി മുതൽ ഭൂമിയിൽ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം ഇവിടെ ബ്രഹ്മാവ് തടയുന്നതിൻ്റെ കാരണം മനസ്സിലായോ ആർക്കെങ്കിലും? നിങ്ങളിങ്ങനെ ദേവേന്ദ്രനെ വധിക്കാൻ പിന്നാലെ പോകും തോറും ദേവേന്ദ്രൻ എന്ത് ചെയ്യും? പല 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 വേഷങ്ങൾ മാറി എടുത്ത ഇന്ദ്രൻ്റെ ശക്തി എന്താ? ആ ശക്തിയെ ഒക്കെ ദുരുപയോഗിക്കുക, അധർമ്മ പ്രവൃത്തിക്ക് വേണ്ടി ദേവേന്ദ്രൻ ഉപയോഗിക്കും. അത്രയും പാഗണ്ഡന്മാർ, അത്രയും പാപപ്രവൃത്തികൾ ഇവിടെ നിറയും. അതിൻ്റെ ഫലമായി ഇതിനെയൊക്കെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് ഇതുപോലെയുള്ള പാപീയ കർമ്മങ്ങളിൽ പാഗണ്ഡന്മാർ ഇവിടെ നിറയും. അപ്പോൾ ദേവേന്ദ്രനെ കൊണ്ട് ഈ പാപകർമ്മം ചെയ്യാതിരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേട്ടയാടൽ നിർത്തണം. പിടികിട്ടിയോ? ഇതാണ് ബ്രഹ്മാവ് പറയുന്നത്. കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല, അത് ഭഗവാന്റെ അവതാരമാണ്. ദേവേന്ദ്രനായിരിക്കുന്ന യജ്ഞൻ ഭഗവാന്റെ ശരീരമാണ്. പിന്നെ ഇത്രയും വലിയ ശ്രേഷ്ഠമായ അശ്വമേധയാഗത്തിൽ ഒരാളെ വധിക്കണമെന്ന് ആ യജ്ഞത്തിലിരിക്കുന്ന ആരും മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പാടില്ല. 2, നിങ്ങൾ ഈ നടത്തുന്ന യജ്ഞത്തിൻ്റെ ഹവിസ് സ്വീകരിക്കാൻ വരുന്ന ദേവന്മാരെല്ലാം ആ ദേവേന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പം പിന്നെ ആര് വരും? ഇതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലരുത്. ഇനി കൊല്ലാൻ നിങ്ങൾ പിന്നാലെ പാഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താ? ദേവേന്ദ്രൻ തൻ്റെ ശക്തിയെ ദുരുപയോഗപ്പെടുത്തി പല പല വേഷങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള പാപപ്രവൃത്തി വീണ്ടും തുടരും. ഇത് വീണ്ടും വീണ്ടും ആളുകൾ പിന്തുടർന്ന് ജനങ്ങളെല്ലാം ഇങ്ങനെ പാപീയ കർമ്മങ്ങളിലേക്ക് പോവാൻ ദേവേന്ദ്രനെ കൊണ്ട് ഈ പാപപ്രവൃത്തികൾ ഇനി തുടർന്ന് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ പിന്നാലെ പായുന്നത് നിർത്തൂ. അപ്പം അദ്ദേഹവും നിർത്തും. അല്ലാണ്ട് കൊല്ലാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ താഴ്ന്നു കൊടുക്കണം. താഴ്ന്നു കൊടുക്കുന്നത് എന്തിനാ? ദേവേന്ദ്രനെ ജയിപ്പിക്കാനല്ല, ഈ ലോകത്ത് ധർമ്മത്തെ ജയിപ്പിക്കാനാണെന്ന്. മനസ്സിലായോ? ഇന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ധർമ്മം ജയിക്കാൻ വേണ്ടി, ധർമ്മം നിലനിൽക്കാൻ വേണ്ടി ഇവിടെ നിങ്ങളൊന്ന് താഴ്ന്നു കൊടുക്കൂ. ബ്രഹ്മാവ് അതാണ് പറയുന്നത്. പൃഥുവിനോടും പുരോഹിതന്മാരോടും ക്ഷമിക്കൂ, ഇന്ദ്രനോട് ക്ഷമിക്കൂ.
ഇന്ദ്രനെ നിങ്ങൾ വധിക്കാൻ പിന്നാലെ വേട്ടയാടി പിന്നാലെ പോകും തോറും ഇന്ദ്രൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ വീണ്ടും 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 ചെയ്യും. അത് ഇവിടെ അധർമ്മം വിളയാടാൻ അധർമ്മത്തിൻ്റെ ശക്തി കൂട്ടും. ഇങ്ങനെയുള്ള പാഗണ്ഡ വേഷധാരികൾ ഭൂമിയിൽ പെരുകും, പാപം കൂടും, കുറേ മനുഷ്യർ അവരുടെ പിന്നാലെ വിഡ്ഢികളായിട്ട് പായും. എല്ലാവരെയും ഇത്രയും വലിയ അധർമ്മക്കെടുതിയിൽ കൊണ്ടുപോയി ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ദ്രൻ അത് ചെയ്യാൻ നിങ്ങൾ വഴിയൊരുക്കരുത്. നിങ്ങൾ വേട്ടയാടാതിരുന്നാൽ ഇന്ദ്രൻ പിന്നെ ഈ വേഷം ധരിച്ച് വരൽ നിർത്തും. എന്നെ ആരും പിടിക്കാൻ വരുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഈ കപടവേഷം ധരിച്ച് ഇങ്ങനെ വരുന്നത് എന്ന് വിചാരിച്ച് ദേവേന്ദ്രൻ ആ പ്രവൃത്തി നിർത്തും. അത്രയും ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പാപം പുറത്തേക്ക് വരാതിരിക്കാൻ, ആ ശക്തിയെ അദ്ദേഹം ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പായൽ നിർത്തൂ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അതാണ് പറഞ്ഞേ, ഇവിടെ മഹത്തായിട്ടുള്ള ധർമ്മം ലംഘിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ മഹർഷിമാരെ? ദേവേന്ദ്രനാണ് അതിനെ ലംഘിക്കുന്നത്. അതിൻ്റെ പിന്നാലെ നിങ്ങൾ പിന്നാലെ പിടിക്കാൻ ചെല്ലുന്നത് കൊണ്ടാണ് ദേവേന്ദ്രൻ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെല്ലാതിരിക്കൂ, നിങ്ങൾ വേട്ടയാടാതിരിക്കൂ. അപ്പോൾ ദേവേന്ദ്രൻ അത് നിർത്തും. അതില്ലെങ്കിൽ ഭൂമിയിൽ പാപം പെരുകും, അധർമ്മം പെരുകും. ധർമ്മത്തെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് തോറ്റുകൊടുക്കൂ. ഇതാണ് ബ്രഹ്മാവ് പറയുന്നത് പുരോഹിതരോട്. ശ്ലോകം 32. പൃഥു കീർത്തേഹേ പൃഥോഹോ ഭൂയാത് തർഹി ഏകയൂന ശതക്രതുഹു അലം തേ ക്രതുഭിഹി സുഇഷ്ടൈഹി ഭവാൻ മോക്ഷധർമ്മവിത്ത് പൃഥു കീർത്തേ. പിന്നെ അതിനുശേഷം ബ്രഹ്മദേവൻ പൃഥു ചക്രവർത്തിയോട് പറയാ, പൃഥു കീർത്തി വ്യാപകമായിട്ടുള്ള വിപുലമായ കീർത്തിയുള്ളവനാണ് പൃഥു ചക്രവർത്തി. അതുകൊണ്ട് ഭൂയാത് അത് മതി. എന്നിട്ട് പറയാണ് തർഹി അതുകൊണ്ട് ഏകയൂന ശതക്രതു 99 അശ്വമേധയാഗം നടത്തിയവനായി തീരട്ടെ പൃഥു ചക്രവർത്തി. അതായത് 100ാമത്തെ യാഗം ഇനി ചെയ്യണ്ട. ഈ 100ാമത്തെ യാഗം പൂർത്തിയാക്കിയാൽ എൻ്റെ സ്ഥാനം പൃഥു കയ്യിലാക്കുമോ എന്ന് ഭയന്നിട്ടാണ് ദേവേന്ദ്രൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്, ഈ ധർമ്മലംഘനമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പൃഥു 100ാമത്തെ അശ്വമേധയാഗം അനുഷ്ഠിക്കണ്ട എന്ന് ബ്രഹ്മാവ് പറയാണ്. നിർത്തൂ. അത് അനുഷ്ഠിച്ചിട്ട് ഇനി പൃഥു ചക്രവർത്തിക്ക് കൂടുതൽ കീർത്തി നേടാനൊന്നുമില്ല. ഭൂമി മുഴുവനും കീർത്തിയുള്ള, യശസ്സുള്ള, കീർത്തിക്കപ്പെടുന്ന ഒരു മഹാനായ ചക്രവർത്തി, ആദ്യത്തെ ചക്രവർത്തിയാണ് പൃഥു. അതുകൊണ്ട് ഇനി 99 യാഗവും അനുഷ്ഠിച്ചു വളരെ ശ്രേഷ്ഠമായിട്ട്. ഇനി ഈ 100ാമത്തെ യാഗം കൂടി അനുഷ്ഠിച്ചിട്ട് കൂടുതൽ കീർത്തി നേടാൻ ഇനി പൃഥുവിന് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഭൂയാത് ഇവിടെ നിർത്തൂ, ഈ അശ്വമേധയാഗ ഇനി നടത്തണ്ട. ഇതാണ് ദേവേന്ദ്രനെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അതാണ് ദേവേന്ദ്രനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അത് ഈ ഭൂമിയിൽ അധർമ്മത്തെ പെരുകി കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ പോവും. അപ്പോൾ ധർമ്മം നിലനിർത്തിൻ്റെ സംരക്ഷകനാണ് പൃഥു ചക്രവർത്തി, ധർമ്മത്തിൻ്റെ സംരക്ഷകൻ. അപ്പോൾ അധർമ്മം പെരുകാൻ അങ്ങൊരു കാരണമാവരുത്. അങ്ങയുടെ അശ്വമേധയാഗം കൊണ്ട് നന്മയല്ല അധർമ്മം ഭൂമിയിൽ പെരുകാൻ അതൊരു കാരണമാകുമെങ്കിൽ അങ്ങ് ഈ 100ാമത്തെ യാഗം ചെയ്യരുത് എന്ന് ബ്രഹ്മാവ് പറയാണ്. ഇത് ചെയ്തിട്ട് കൂടുതൽ കീർത്തി നേടാനൊന്നുമില്ല അങ്ങക്ക്, അത്രയ്ക്ക് കീർത്തിമാനാണ് അങ്ങ്. അതാണ് പറയുന്നത് അലം മതി, ഇത് നിർത്തൂന്ന്. അലം എന്ന് വെച്ചാൽ ഇത് നിർത്തൂ. തേ കൃതുബഹി, തേ എന്ന് വെച്ചാൽ അങ്ങേക്ക്, കൃതുബിഹി എന്ന് വെച്ചാൽ യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ സുഇഷ്ടൈഹി നന്നായി അങ്ങ് ഇതുവരെ സുഇഷ്ടൈഹി എന്ന് വെച്ചാൽ നന്നായി നടത്തി. അങ്ങ് 99 അശ്വമേധ യാഗങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. എന്നിട്ട് പറയാണ് ഭവാൻ അങ്ങേക്ക് ഇനി എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? മോക്ഷധർമ്മവിത്ത്, അങ്ങ് മോക്ഷം ആഗ്രഹിക്കുന്നവനാ. അല്ലാതെ അശ്വമേധയാഗം നടത്തി ദേവലോകത്തിൻ്റെ അധിപതിയായിട്ട് ദേവേന്ദ്രനായിട്ട് ഇരിക്കാനൊന്നും അങ്ങ് ആഗ്രഹിക്കുന്നില്ല. അങ്ങക്ക് മനസ്സിലങ്ങനെ ദേവേന്ദ്രൻ അങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ കൂടിയും പൃഥു ചക്രവർത്തിയുടെ ഉള്ളിൽ എനിക്കിനി ദേവലോകത്തിൻ്റെ അധിപതിയാവണമെന്ന് ഒരാഗ്രഹവുമില്ല. അപ്പോൾ അങ്ങ് ഈ 100ാമത്തെ അശ്വമേധയാഗം ചെയ്യരുത്, ഇത് ഇവിടത്തെ കൊണ്ട് അവസാനിപ്പിക്കൂ എന്നാണ് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം. നോക്കി നോക്കൂ, 100 അശ്വമേധയാഗം പൂർത്തീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി 99 അശ്വമേധയാഗവും ഭംഗിയാക്കി പൂർത്തിയാക്കിയ പൃഥു ചക്രവർത്തിക്ക് 100ാമത്തെ യാഗം പൂർത്തിയാക്കാനുള്ള യോഗം ഉണ്ടായില്ല. ഉണ്ടാവും. നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്താ? കുറേ ആഗ്രഹങ്ങളിങ്ങനെ മനസ്സിൽ പെരുക്കിക്കൂട്ടില്ലേ നമ്മൾ?
നടക്കാതെ പോകുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകുന്നു മനസ്സുകൊണ്ട്, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ മാനസികമായിട്ട് അങ്ങോട്ട് തളർന്നു പോകുന്നു. 99 അശ്വമേധയാഗവും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് 100ാമത്തെ പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന മനസ്സിലെ വിഷമം എന്തായിരിക്കും? അത് ചെയ്യരുത്, അത് ഇവിടത്തെ കൊണ്ട് അവസാനിപ്പിച്ചോ. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ത്യാഗം സഹിക്കുന്നത് എന്നും കൂടി ഓർക്കണം കേട്ടാ. ഈ ഭൂമിയിൽ ധർമ്മം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം 100ാമത്തെ അശ്വമേധയാഗം വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ് പൃഥു ചക്രവർത്തിന്ന്. മനസ്സിലായ? അതാണ് അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവം. അതുമാത്രമല്ല, ഇന്ദ്രൻ്റെ മുന്നിൽ തോറ്റുപോയി, ഇന്ദ്രനെ വേട്ടയാടാതെ വധിക്കാതെ ഇന്ദ്രൻ്റെ മുന്നിൽ തോറ്റുപോയി എന്നൊരവസ്ഥയും കൂടി ഇവിടെ പൃഥുവിന് വന്നു, അല്ലേ? വധിക്കാതെ വെറുതെ വിട്ടപ്പോൾ, തന്നെ ദ്രോഹിച്ച, തൻ്റെ യാഗത്തിന് തടസ്സം നിന്നവനെ വെറുതെ വിട്ടപ്പോൾ ഇന്ദ്രൻ്റെ മുന്നിൽ തോറ്റുപോയി എന്നൊരവസ്ഥയും പൃഥു ചക്രവർത്തിക്ക് വന്നു. വലിയ ഒരു ആഗ്രഹം സഫലീകരിക്കാനും സാധിക്കാതെ വന്നു എന്ന് കണ്ടോ. ഭഗവാന്റെ അവതാരമാണ് പൃഥു. എന്നിട്ട് പോലും പൃഥു ചക്രവർത്തിയുടെ ജീവിതത്തിൽ വന്ന കയറ്റിറക്കങ്ങൾ കണ്ടോ. ഏറ്റവും വലിയൊരാഗ്രഹം നടക്കാതെ പോവുക, ദേവേന്ദ്രൻ്റെ മുന്നിൽ തോറ്റുപോവുക, ദേവേന്ദ്രന് ശിക്ഷ കൊടുക്കാതിരിക്കാൻ അങ്ങനെ ഒരവസ്ഥ വരിക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പോലും ഉയർച്ചയും താഴ്ചയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ വരലും തോറ്റുകൊടുക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടോ. എന്നിട്ടും ഒന്നും നമ്മൾക്കൊക്കെ ഉള്ള പോലെയുള്ള ഒരു ഈഗോ, അയ്യോ അഭിമാനക്ഷതം, ഞാൻ ദേവേന്ദ്രനെ എന്നെ ദ്രോഹിച്ചിട്ടും വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ മുന്നിൽ തോറ്റു, അഭിമാനക്ഷതം, ഇതൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല എന്ന് കണ്ടോ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് അതായിരുന്നു, 100ാമത്തെ അശ്വമേധയാഗം അങ്ങ് ചെയ്യരുത്. ഇത് ചെയ്തിട്ട് അങ്ങേക്ക് ഒരു കീർത്തി നേടാൻ ഇനിയില്ല, അങ്ങ് അത്രയും വിപുലമായ കീർത്തിയുള്ളവനാ. പിന്നെ അതുമാത്രമല്ല, അങ്ങയുടെ ആഗ്രഹം ഈ 100ാമത്തെ യാഗം നടത്തിയിട്ട് ദേവലോകത്തിൻ്റെ അധിപതിയാവണമെന്നല്ല, അങ്ങ് മോക്ഷം ആഗ്രഹിക്കുന്നവനാ. അതിന് ഈ 100ാമത്തെ അശ്വമേധയാഗം ഒന്നും ചെയ്യണ്ട, മനസ്സടങ്ങിയാൽ മതി. ഒരു യാഗം കൊണ്ടും പൂജ കൊണ്ടും മോക്ഷം കിട്ടില്ല, മനസ്സടങ്ങുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ തലം. അപ്പോൾ അങ്ങേക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 100ാമത്തെ ഈ യാഗം അങ്ങ് നിർത്തണമെന്ന് ബ്രഹ്മാവ് പൃഥു ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. ശ്ലോകം 33. ന ഏവ ആത്മനെ മഹേന്ദ്രായ രോഷം അഹർത്തും അർഹസി ഉഭൗ അഭി ഹി ഭദ്രം തേ ഉത്തമ ശ്ലോക വിഗ്രഹോ. എന്നിട്ട് പറയാണ്, ആത്മനെ, ബ്രഹ്മദേവൻ തന്നെ പറയാണ് കേട്ടോ പൃഥുവിനോട്, അങ്ങ് തന്നെയാണല്ലോ മഹേന്ദ്രായ ദേവേന്ദ്രനായിരിക്കുന്നത്. അങ്ങ് മഹാവിഷ്ണു ആണെങ്കിൽ മഹാവിഷ്ണു തന്നെയാണ് ദേവേന്ദ്രനായിട്ടിരിക്കുന്നത്. അപ്പോൾ രോഷം ആഹർത്തും എന്ന് വെച്ചാൽ കോപത്തെ സ്വീകരിക്കുവാൻ, ന ഏവ അർഹസി, അങ്ങ് അർഹനല്ല. ഇന്ദ്രനോട് ഇത്ര കോപം കാണിക്കാൻ അങ്ങേക്ക് അർഹതയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങ് തന്നെയാണ് പൃഥുവായിരിക്കുന്നതും അങ്ങ് തന്നെയാണ് ദേവേന്ദ്രനായിരിക്കുന്നതും. അപ്പോൾ ദേവേന്ദ്രൻ ചെയ്ത തെറ്റിന് തിരിച്ചു കോപിക്കാനുള്ള അർഹത അങ്ങേക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഉഭൗ അഭി, നിങ്ങൾ രണ്ടുപേരും, ദേവേന്ദ്രനാണെങ്കിലും പൃഥുവാണെങ്കിലും, ഉത്തമ ശ്ലോക വിഗ്രഹവും, ഉത്തമ ശ്ലോകങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ്. തേ ഭദ്രം, നിങ്ങൾക്ക് മംഗളം സംഭവിക്കട്ടെ, ഇതാണ് ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പം അങ്ങ് തന്നെയാണ് ദേവേന്ദ്രനായിരിക്കുന്നത്. അപ്പോൾ ദേവേന്ദ്രനോട് കോപിക്കേണ്ട ആവശ്യം അങ്ങേക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. രണ്ടാളും തുല്യരാണ്, ഒന്നാണ്. അപ്പോൾ കാരണം നിങ്ങൾ രണ്ടുപേരും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ്, നിങ്ങൾക്ക് മംഗളം സംഭവിക്കട്ടെ എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞത്. പൃഥുവിൻ്റെ ഉള്ളിൽ ഞാൻ ഈ 100ാമത്തെ അശ്വമേധയാഗം എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കണം. അപ്പോൾ അതൊരു വലിയൊരു കർമ്മം പൂർത്തിയാക്കി വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം, അത് ചെയ്തതിന് ഞാനത് ചെയ്തു എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ അതിന് തടസ്സം നിൽക്കാൻ വന്ന ശത്രുവിനെ വധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഭഗവാൻ തന്നെ പൃഥുവായി ജനിച്ചപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് ഞാൻ എന്ന ഒരു അഹം പൃഥുവിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പം അതാണ് ബ്രഹ്മാവ് അവിടെ പറഞ്ഞു കൊടുത്തത്, അങ്ങ് തന്നെയാണ് ദേവേന്ദ്രൻ, അതേ ദേവേന്ദ്രൻ തന്നെയാണ് പൃഥു. അപ്പോൾ അങ്ങേക്ക് ദേവേന്ദ്രനോട് ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? നമ്മൾ പറയില്ലേ, നമ്മുടെ നാവ് 2 പല്ലും കൂട്ടി, മുകളിലത്തെയും താഴത്തെയും പല്ല് കൂട്ടി നമ്മൾ നാവുമ്മ കടിച്ചാൽ നമുക്ക് ആരോട് ദേഷ്യം തോന്നും?
മോളിത്തെ പല്ലും താഴത്തെ പല്ലും എൻ്റെ തന്നെയാ അല്ലേ? ആരോട് ദേഷ്യപ്പെടാനാ? ആരോട് ദേഷ്യപ്പെടില്ല, മിണ്ടാതെ ആ വേദന സഹിച്ചിരിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ആരോടും ഒരു വൈരാഗ്യം വിരക്തിയില്ല. കാരണം ദേഷ്യമില്ല. മുകളിലത്തെയും താഴത്തെയും പല്ല് നമ്മുടെ തന്നെയാണ്. അപ്പോൾ ദേഷ്യമില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി ദേവേന്ദ്രനും പൃഥുവും ഒരേ ആളാ. അപ്പോൾ പിന്നെ ആരോട് ദേഷ്യപ്പെടാൻ? അപ്പോൾ നിങ്ങൾ രണ്ടും ഭഗവാന്റെ ഒരേ അവതാരമായതുകൊണ്ട് നിങ്ങൾക്ക് മംഗളം സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയാണ്. ശ്ലോകം 34. മാ അസ്മിൻ മഹാരാജ കൃത സ്മ ചിന്താം നിശാമയ അസ്മത് വജ ആദൃതാത്മാ യത് ധ്യായതഃ ദൈവഹതം നു കർത്തും മനഃ അതിരുഷ്ടം വിശദേ തമഃ അന്തം. ഇവിടെ പറയാണ് കേട്ടോ. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി പൃഥു ചക്രവർത്തിക്ക് ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും. കാരണം വലിയൊരു ആഗ്രഹപൂർത്തീകരണം നടക്കാൻ നിൽക്കുകയാണ്, 100ാമത്തെ അശ്വമേധയാഗം അല്ലേ? അതിനായിട്ട് അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, 99 ജന്മം ചെയ്ത് വെച്ചപ്പം. അപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം, പിന്നെ ദേവേന്ദ്രൻ്റെ മുന്നിൽ തോറ്റു നിൽക്കുന്നതിൻ്റെ ഒരു സങ്കടം. ദേവേന്ദ്രനെ വെറുതെ വിട്ടുക എന്ന് പറയുമ്പോൾ തോറ്റുപോയില്ലേ, ആ തോറ്റുപോയതിൻ്റെ ഒരു സങ്കടം, ഇത് രണ്ടും പൃഥുവിൻ്റെ ഉള്ളിലുണ്ടാകുമെന്ന് ബ്രഹ്മദേവന് തോന്നി. അപ്പോൾ ബ്രഹ്മാവ് പറയാണ് കേട്ടോ, മാ എന്ന് വെച്ചാൽ അരുത്, അസ്മിൻ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഈ 100ാമത്തെ യാഗം അങ്ങ് ചെയ്യരുത്, നിർത്തണമെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം, മഹാരാജ അല്ലയോ മഹാരാജാവേ, കൃത സ്മ ചിന്ത മാ എന്ന് വെച്ചാൽ അരുത് എന്ന് വെച്ചാൽ ഞാൻ തോറ്റുപോയി എന്ന രീതിയിൽ അങ്ങ് ചിന്തിക്കരുത് എന്ന്. ദേവേന്ദ്രൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി, എൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിക്കാതെ ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ചിന്തിക്കുന്ന ആ ഒരവസ്ഥ. എൻ്റെ വലിയൊരു ആഗ്രഹം സാധിക്കാതെ പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി, ദേവേന്ദ്രൻ്റെ മുന്നിൽ എനിക്ക് അഭിമാനക്ഷതം വന്നു, ദേവേന്ദ്രൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി എന്നൊന്നും കൃതാസ്മ ചിന്ത മാ അങ്ങ് ചിന്തിക്കരുത് മഹാരാജാവേ. നിശാമയ എന്ന് വെച്ചാൽ ദയവായി പരിഗണിക്കൂ, അസ്മത് വജഹ എൻ്റെ വാക്കുകളെ, ആദൃതാത്മാ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി അങ്ങ് എൻ്റെ വാക്കുകളെ സമാധാനത്തോടുകൂടി കേട്ടിട്ട് അങ്ങ് മനസ്സിലാക്കൂ എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യത് എന്തെന്നാൽ, ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നാൽ, ദൈവഹതം ഇത് ദൈവനിശ്ചയമാണ്, അങ്ങ് 100ാമത്തെ യാഗം ചെയ്യരുത്, 99 എണ്ണേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഈശ്വരൻ്റെ നിശ്ചയമാണ്. എന്നിട്ട് പറയാണ്, നു കർത്തും ധ്യായതഃ എന്ന് വെച്ചാൽ, നു കർത്തും എന്ന് വെച്ചാൽ ഇതിനെതിരെ, അതായത് ഈശ്വര നിശ്ചയത്തിന് വിരുദ്ധമായിട്ട് ധ്യായതഃ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് അതിരുഷ്ടം, അതിൽ നിന്നുണ്ടാകുന്ന ഞാൻ തോറ്റുപോയി, ഞാൻ പരാജയപ്പെട്ടു, എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നൊക്കെയുള്ള ചിന്തയിലൂടെ ഉണ്ടാകുന്ന മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടിട്ട് വിശദേ തമോ അന്തം, വലിയൊരു അന്ധകാരത്തിൽ അവർ ചെന്ന് പതിക്കാൻ ഇത് കാരണമാകും. ഈശ്വര നിശ്ചയം എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളിവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മുടെ ആഗ്രഹം ഒന്ന്, പ്രകൃതി നിശ്ചയം മറ്റൊന്നാണ്. ഇവിടെ പൃഥുവിൻ്റെ ജീവിതം നമുക്കത് കാണിച്ചു തരികയാണ്. അപ്പോൾ പ്രകൃതി നിശ്ചയം, ഈശ്വര നിശ്ചയം എന്താണോ അതിനോട് അതാണ് എനിക്ക് നല്ലത്, ഇത് മതി എന്നാണ് ഭഗവാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സ്വീകരിച്ച് അതിലൂടെ മുന്നോട്ട് പോകാതെ, ഇതിന് തടസ്സം വന്നാലും പറ്റില്ല, എനിക്കത് ചെയ്യണം, ഇതെനിക്കിത് 100ാമത്തെ, ഇതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോവില്ല എന്നൊക്കെ വാശി പിടിച്ച് അത് നേടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇവൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥതമായി രോഷം കൊണ്ടും പരാജയഭീതി കൊണ്ടും ഒക്കെ വന്ന് ഇത് വലിയൊരു തമസിലേക്ക്, വലിയൊരു അന്ധകാരത്തിൽ പോയി അവൻ പതിക്കാൻ ഇത് കാരണമായി തീരും. കാരണം ഈശ്വര നിശ്ചയത്തിന് വിരുദ്ധമായി നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരാളെ ഉദാഹരണമായി പറയാമോ? ഈശ്വര നിശ്ചയമാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അർജുനന് വന്ന അവസ്ഥ എന്താ? ശരീരമാകെ വിറച്ച് തളർന്ന് അസ്ത്രം അമ്പും വില്ലും പോലും കയ്യിലെടുക്കാൻ കഴിയാതെ മനസ്സാകെ നശിച്ച് തളർന്ന് ആ തേർത്തട്ടിൽ അർജുനൻ, ഇത്രയും വലിയ വില്ലാളി വീരൻ, ഇരുന്നു പോയി അല്ലേ? കാരണം ഈശ്വര നിശ്ചയം എന്ന് പറയുന്ന, ഈശ്വര നിശ്ചയം വലിയൊരു പ്രതിസന്ധിയായിട്ട് ജീവിതത്തിൽ വന്നപ്പോൾ അതിനെ തരണം ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നപ്പോൾ, അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞ്? അതിനെ അങ്ങ് സ്വീകരിക്കൂ.
അതിനെ അങ്ങ് സ്വീകരിക്കൂ. ഇത് നീയായി വരുത്തി വെച്ചതല്ല, ഇത് പ്രകൃതി നിശ്ചയമാണെങ്കിൽ അതിനെ നീ അങ്ങ് സ്വീകരിക്കൂ. ഇത് തന്നെയാണ് ഇവിടെ പൃഥുവിൻ്റെ ജീവിതത്തിലും വലിയൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് അങ്ങ് ചിന്തിക്കരുത് എന്ന് പൃഥുവിനോട് ബ്രഹ്മാവ് പറയുകയാണ്. അങ്ങ് മനസാന്നിധ്യം വരുത്തി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. ഇത് ഈശ്വര നിശ്ചയമാണ്. അങ്ങ് 100 പൂർത്തിയാക്കണ്ട എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. അതിനെതിരെ ചിന്തിക്കുമ്പോൾ അത് പരിഗണിക്കാതെ എൻ്റെ ആഗ്രഹം സാധിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് ഈ വല്ലാതെ അസ്വസ്ഥതപ്പെട്ട് കോപത്തിലും ദുഃഖത്തിലും പെട്ട് വലിയൊരു അന്ധകാരത്തിൽ ചെന്ന് പതിക്കാൻ അത് കാരണമാവും. അപ്പോൾ അങ്ങയ്ക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുകയാണ്. ശ്ലോകം 35. ക്രതു വിരമതാം ഏഷ ദേവേഷു ദുരവഗ്രഹ ധർമ്മവ്യതികരഃ യത്ര പാഖണ്ഡൈഹി ഇന്ദ്രനിർമ്മിതൈഹി. ക്രതു എന്ന് വെച്ചാൽ യജ്ഞം. വിരമതാം അവസാനിക്കട്ടെ. അതുകൊണ്ട് ഈ യജ്ഞം ഇപ്പോൾ ഈ നിമിഷം അവസാനിക്കട്ടെ. ഇനി ഇത് അങ്ങ് പൂർത്തീകരിക്കണ്ട. ഏഷ ഈ കാരണം പറയാണ്. ദേവേഷു ദുരവഗ്രഹ. ഈ ദേവന്മാരെന്ന് പറയുന്നത് ദുരാഗ്രഹമുള്ളവരാണെന്ന്. ഒരിക്കലും മോക്ഷം എന്ന അവസ്ഥയല്ല ദേവന്മാരെന്ന് പറഞ്ഞാൽ. ദേവന്മാരായിട്ട് സ്വർഗലോകത്തിൽ ഭൂമിക്ക് മുകളിലുള്ള ഊർധ്വലോകത്തിൽ വസിക്കുന്ന ദേവന്മാർ ഒരിക്കലും മോക്ഷം ആഗ്രഹിക്കുന്നവരല്ല. അവർ ദുരാഗ്രഹികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുന്നത് കണ്ടാൽ ധർമ്മവ്യതികരഃ യത്ര, അവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പാഖണ്ഡൈ ഇന്ദ്രനിർമ്മിതൈ. ഇന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട ഈ പാഖണ്ഡ വേഷധാരികളെ പോലെ ദേവന്മാർ ധർമ്മത്തെ ലംഘിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ദേവന്മാർക്ക് മുക്തിയല്ല ആഗ്രഹം, അങ്ങേക്ക് മുക്തിയാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് അങ്ങ് ഈ യജ്ഞം, ഈ ഒരു അശ്വമേധയാഗം ഇനി അനുഷ്ഠിക്കേണ്ട, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കൂ എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. പറയാനുള്ള കാരണം ദേവന്മാരെന്ന് പറയുന്നത് ദുരാഗ്രഹികളാണ്. അവരിങ്ങനെ സുഖലോലുപരായിട്ടാണ് ദേവലോകത്ത് വസിക്കുന്നത്. അവർ ദുരാഗ്രഹികളാണ്. അവരുടെ സുഖത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അസ്വസ്ഥത വരും. അപ്പോൾ അവരതിനെ മുടക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരെ അങ്ങനെയുള്ള കർമ്മങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അധർമ്മത്തിൻ്റെ ലംഘനം സംഭവിക്കും. ഇപ്പോൾ ഇന്ദ്രനാൽ നിർമ്മിതമായ പാഖണ്ഡ വേഷമുണ്ടല്ലോ, പാഖണ്ഡധാരികളെ പോലെ ഇനിയും ഭൂമിയിൽ പെരുകും. അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന ഈ കർമ്മത്തെ അവർ ഭയക്കുന്നു ദേവേന്ദ്രൻ. അപ്പോൾ ദേവേന്ദ്രൻ ഇത് മുടക്കാനുള്ള അധർമ്മം പ്രവർത്തിക്കും, ഭൂമിയിൽ ധർമ്മലംഘനം സംഭവിക്കും. അതുകൊണ്ട് അങ്ങ് ഇനി ഈ അശ്വമേധയാഗം ചെയ്യേണ്ട, ഇത് അവസാനിപ്പിക്കും. ശ്ലോകം 36. ഏബി ഇന്ദ്ര ഉപസംസൃഷ്ടൈഹി പാഖണ്ഡൈഹി ഹരിഭിഹി ജനം ഹ്രിയമാണം വിചക്ഷ ഏനം യഹ തേ യജ്ഞദൃക് അശ്വമോട്. ഏബിഹി ഇപ്രകാരം ഇന്ദ്ര ഉപസൃഷ്ടൈഹി ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പാഖണ്ഡൈഹി ഈ പാഖണ്ഡവേഷത്താൽ ഹരിഭിഹി മനസ്സിങ്ങനെ ആകർഷിക്കപ്പെട്ട ജനങ്ങൾ ഈ പാഖണ്ഡവേഷധാരികളെ കാണുമ്പോഴേ, ഈ കപട സന്യാസികളെയൊക്കെ കാണുമ്പോൾ, ഈ വേദവിരുദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അവരിലേക്ക് ഇങ്ങനെ അവരൊരു പുതിയ നയമൊക്കെ കൊണ്ടുവരുമ്പോൾ അവരിലേക്ക് ആകർഷണീയത തോന്നിയിട്ട് ഹ്രിയമാണം വിചക്ഷയേനം അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ജനങ്ങളെ കാണൂ. വിചക്ഷ എന്ന് വെച്ചാൽ അങ്ങ് കാണൂ. ഏനം ഇത്തരം യഹ ഇന്ദ്രൻ അങ്ങയുടെ, അതായത് തേന്ന് വെച്ചാൽ അങ്ങയുടെ യജ്ഞദൃക്ക് യജ്ഞം മുടക്കി അശ്വത്തെ മോഷ്ടിക്കാനായിട്ട്. ഇപ്രകാരം ദേവേന്ദ്രൻ അങ്ങയുടെ യജ്ഞം മുടക്കി അശ്വത്തെ മോഷ്ടിക്കാൻ വേണ്ടി ദേവേന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പാഖണ്ഡവേഷമുണ്ടല്ലോ, ഇത് കണ്ട് ജനങ്ങൾ ഇതിലേക്ക് ആകൃഷ്ടരായിട്ട് ആ സന്യാസവേഷത്തെ, ആ നഗ്നതയെ, ആ നഗ്നവേഷത്തെ എന്നൊക്കെ വെച്ചാൽ ആ ഒരു വലിയ വലിയ സന്യാസികളാണല്ലോ എന്നൊക്കെയുള്ള ആ ചിന്ത. അപ്പോൾ അതിനെ ആ ഒരു വേദവിരുദ്ധമായ പ്രവൃത്തികളെ, സംസാര രീതി, ജീവിത രീതിയിലേക്ക് ജനങ്ങൾ ആ വ്യത്യസ്തത കണ്ട് അതിലേക്ക് ആകൃഷ്ടരായിട്ട്. കാരണം അവർ സ്ഥിരം കാണുന്നത് ഈ വേദവിധി പ്രകാരമുള്ള ജീവിതമാണല്ലോ. എന്നിട്ട് തന്നെ അവർ ചിന്തിക്കുക എങ്ങനെയാണ്? അപ്പോൾ എന്നിട്ട് മനസമാധാനം കിട്ടണില്ല. അപ്പോൾ വേറൊരു തലത്തിലുള്ള ആളുകളെ, വേറൊരു ആശയം പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ കാണുമ്പോൾ ജനങ്ങൾ അതിലേക്ക് ആകൃഷ്ടരായി പോകുന്നത് വിചക്ഷ അങ്ങ് കാണൂ. മനസ്സിലായ? അപ്പം അത് കാണുന്നില്ലേ? അപ്പം അങ്ങ് ഒരിക്കലും ഇനി ഇത് കൂട്ടരുത്. ഇനി ദേവേന്ദ്രനെ കൊണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കരുത്. ജനങ്ങൾ മുഴുവനും അങ്ങനെ അധർമ്മികളായി പോകും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു.
ശ്ലോകം 37. ഭവാൻ പരിത്രാതും ഇഹ അവതീർണ ധർമ്മം ജനാനാം സമയാനുരൂപം വേന അപചരാത് അവലുപ്തം അദ്യ തത് ദേഹത വിഷ്ണു കല അസി വൈന്യഹ. ഇനി അതുമാത്രമല്ല, അങ്ങ് ഈ ഒരു യജ്ഞം ഇനി ചെയ്യണ്ട, ഇത് അവസാനിപ്പിക്കൂ, ദേവേന്ദ്രനെ വധിക്കണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ടെന്ന് പറയാണ്. ഭവാൻ, അങ്ങ് പരിത്രാതും സംരക്ഷിക്കുന്നവനാണ്, ഇഹ ഈ ലോകത്തെ, അതിനായിട്ട് അവതരിച്ചവനാണ്, ധർമ്മം, അങ്ങ് ഈ ലോകത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ചവനാണ്. ജനാനാം സമയ അനുരൂപം, ജനങ്ങളെല്ലാം ഓരോ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വേന അപചരാത്, അങ്ങയുടെ പിതാവായ വേനൻ ഇവിടെ വേനരാജാവിൻ്റെ ദുഷ്പ്രവർത്തികളാൽ അവലുപ്ത എന്ന് വെച്ചാൽ ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അങ്ങയുടെ പിതാവായ വേനൻ ചെയ്തു വെച്ച ദുഷ്പ്രവർത്തികളാൽ നാടെങ്ങും ധർമ്മം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഏറെക്കുറെ 90% ധർമ്മം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാം അധർമ്മത്തിലേക്ക് ആകൃഷ്ടരാവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തത് ദേഹേന, അതേ വേനൻ്റെ ശരീരത്തിൽ നിന്നും വിഷ്ണു കല, ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അംശമായിട്ട് അസി, അങ്ങ് വന്നിരിക്കുന്നു, വൈന്യഹ, വേനപുത്രനായിട്ട്. അങ്ങനെയുള്ള അങ്ങ് തീർച്ചയായിട്ടും ധർമ്മത്തിൻ്റെ സംരക്ഷകനാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന ഈ യാഗത്തിലൂടെ ഭൂമിയിൽ അധർമ്മം പെരുകാൻ അങ്ങൊരു കാരണമാവരുത് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങയുടെ പിതാവായ വേനൻ്റെ ദുഷ്പ്രവർത്തികൾ കൊണ്ട് ധർമ്മം ഏറെക്കുറെ ക്ഷയിച്ചു പോയിട്ട് ജനങ്ങളെല്ലാം അധർമ്മത്തിലേക്ക് ആകൃഷ്ടരായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭൂമിയിലുള്ളത്. ഈ സമയത്ത് അതേ വേനൻ്റെ പുത്രനായിട്ട് മഹാവിഷ്ണുവിൻ്റെ അംശമായി പൃഥുവായി അങ്ങ് ജനിച്ചത് ഈ ലോകത്ത് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങ് ഈ ഒരു അശ്വമേധയാഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ശ്ലോകം 38. സഹത്വം വിമൃശ്യ അസ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം പിബീപൃഹി ഐന്ദ്രീം ച മായാം ഉപധർമ്മ മാതരം പ്രചണ്ഡ പാകണ്ഡ പദം പ്രബോജഹി. സഹത്വം, അങ്ങനെയുള്ള അങ്ങ്, ധർമ്മത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള അങ്ങ്, വിമൃശ്യ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള അങ്ങ്, വിമൃശ്യ എന്ന് വെച്ചാൽ ചിന്തിക്കുക, അസ്യ ഈ ലോകത്തിൽ, ഭവം ഈ ലോകത്ത് നിലനിൽപ്പ്, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ വിമൃശ്യ അങ്ങ് ചിന്തിക്കൂ. ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പ്രജാപതേ, അല്ലയോ രാജാവേ, വിശ്വസൃജാം സങ്കൽപ്പനം പിബീപൃഹി, വിശ്വസൃഷ്ടാക്കളായ ലോക സൃഷ്ടാക്കളായ ദേവന്മാരുടെ സങ്കല്പത്തെ പിബീപൃഹി അങ്ങ് നിറവേറ്റിയാലും. ഇപ്പോൾ ത്രിമൂർത്തികളുടെയൊക്കെ സങ്കല്പം ഉണ്ടല്ലോ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, പരിപാലിക്കുക, സംഹരിക്കുക. അങ്ങനെയുള്ള ദേവന്മാരുടെ, വിശ്വസൃഷ്ടാക്കളായ ദേവന്മാരുടെ സങ്കല്പത്തെ അങ്ങ് നിറവേറ്റിയാലും. ഐന്ദ്രീം, ഇന്ദ്രൻ്റെ ഈ മായയാകുന്ന ഉപധർമ്മമാതരം, അധർമ്മമാകുന്ന ഇന്ദ്രൻ്റെ ഈ മായ, അതിൻ്റെ മാതരം എന്ന് വെച്ചാൽ അമ്മ, അതിൻ്റെ സൃഷ്ടിച്ച അമ്മ ഐന്ദ്രീം, ഇന്ദ്രനാണ്. പ്രചണ്ഡ പാകണ്ഡ പദം, പാപകർമ്മങ്ങളുടെ ഈ മാർഗത്തെ പ്രഭോ അങ്ങ് ജഹി, അങ്ങ് നശിപ്പിച്ചാലും. അതാണ് പറയുന്നത്. ഇന്ദ്രൻ അമ്മയായി ഇന്ദ്രൻ തുറന്നു വെച്ചു കൊടുത്ത ഈ പാപകർമ്മങ്ങളുടെ മാർഗമുണ്ടല്ലോ, അതിനെ അങ്ങ് നശിപ്പിച്ചാലും. അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങ് ഈ ലോകത്തിൽ ധർമ്മം നിലനിൽക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ തോറ്റുപോയി, എൻ്റെ ആഗ്രഹം നടന്നില്ല, ഇതൊന്നും ചിന്തിക്കരുത്. അങ്ങൊരു വഴികാട്ടിയാവുകയാണ് ജനങ്ങൾക്ക്. വലിയൊരാഗ്രഹം നടക്കാതെ പോയാലും ഈ ഭൂമിയിൽ ധർമ്മം നിലനിൽക്കാൻ വേണ്ടി അതിലൊരു വിഷമവും അങ്ങ് ചിന്തിക്കേണ്ട ആവശ്യം. അങ്ങ് ആ മാതൃകയാവുക. അതായത് ലോകത്തിൽ ധർമ്മം നിലനിർത്തുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്നിട്ട് വിശ്വസൃഷ്ടാക്കളായ ദേവന്മാരുടെ സങ്കല്പത്തെ അങ്ങ് നടപ്പിലാക്കുക. ഇന്ദ്രൻ തുടങ്ങി വെച്ച ഈ ഒരു പാപകർമ്മത്തിൻ്റെ മാർഗത്തെ, അതിൻ്റെ പിന്നാലെ പോകുന്നതിനെയൊക്കെ അങ്ങ് നശിപ്പിച്ചാലും എന്ന് പൃഥുവിനോട് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തു. ശ്ലോകം 39. മൈത്രേയ ഉവാച ഇത്തം സലോകഗുരുണാ സമാധിഷ്ടഃ വിശാംബതിഃ തഥാ ച കൃത്വാ വാത്സല്യം മഖോനാ അഭി ച സന്തതേ. ഇത്തം ഇപ്രകാരം
സഹ ആ ലോകഗുരുണ ലോകത്തിൻ്റെ ഗുരുവായ ബ്രഹ്മാവിനാൽ സമാധിഷ്ഠ ഉപദേശിക്കപ്പെട്ട വിശാംബതി പൃഥുരാജാവ് തഥാ അപ്രകാരം തന്നെ കൃത്വാ വാത്സല്യം വളരെ സ്നേഹത്തോടെ മഘോന ദേവേന്ദ്രനുമായിട്ട് അഭീച്ച സന്ധതേ സന്ധി ചേർന്നു എന്ന്. അതായത് സമാധാന സന്ധി രണ്ടുപേരും ഒരുമിച്ച് ചേർന്നു എന്നർത്ഥം. അപ്പോൾ ശത്രുതയൊക്കെ മറന്നു. അപ്പോൾ ഇപ്രകാരം പൃഥു ചക്രവർത്തി ബ്രഹ്മാവ് പറഞ്ഞ ഉപദേശത്തെ മനസ്സിൽ സ്വീകരിച്ചു. എന്നിട്ട് നിറഞ്ഞ വാത്സല്യത്തോടു കൂടി ദേവേന്ദ്രനുമായിട്ട് അങ്ങനെ സമാധാന സന്ധി വെച്ചു. ശ്ലോകം 40. കൃത അവഭൃത സ്നാനായ പൃഥവേ ഭൂരി കർമ്മണേ വരാൻ ദുദുഹു തേ വരദായേ തദ്ബർഹിഷി തർപ്പിത. അതുമാത്രം പോരാ, യാഗം അവസാനിപ്പിക്കണ്ടേ. അപ്പം ദേവേന്ദ്രന് ഭയം പോയി, ദേവേന്ദ്രനെ ഇനി പിന്തുടരില്ല, സമാധാന സന്ധിയായി. അതിനുശേഷം കൃത എന്ന് വെച്ചാൽ ചെയ്തു, അവഭൃത സ്നാനായ ഒരു യജ്ഞം ചെയ്ത് അവസാനത്തിൽ ചെയ്യുന്ന യജ്ഞത്തിൻ്റെ അവസാനം ചെയ്യുന്ന സ്നാനകർമ്മത്തെ പൃഥുരാജാവ് ചെയ്തു എന്ന്. അതായത് അശ്വമേധയാഗം അവസാനിപ്പിച്ചു. ഇനി പൂർത്തീകരിച്ചില്ല, അവിടെ വെച്ച് അതിനെ നിർത്തി. എന്നിട്ട് യജ്ഞാവസാനം ചെയ്യുന്ന സ്നാനകർമ്മത്തെ അനുഷ്ഠിച്ചു. പൃഥവേ ഭൂരി കർമ്മണേ വളരെ വലിയ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച ആ പൃഥു ചക്രവർത്തി അങ്ങനെ 100ാമത്തെ യാഗം ചെയ്യാതെ അവിടെ വെച്ച് അത് അവസാനിപ്പിച്ച് സ്നാനകർമ്മം നിർവഹിച്ചു. അവിടെ തത് ബർഹിഷി തർപ്പിത ഭഗവാൻ അദ്ദേഹം ചെയ്ത കർമ്മങ്ങളുടെ യജ്ഞങ്ങളുടെ ബർഹിഷി എന്ന് വെച്ചാൽ ആ യജ്ഞത്തിൻ്റെ നിർവഹണത്തിലെ സംപ്രീതരായ ആ യജ്ഞം അദ്ദേഹം ചെയ്തതിൽ തർപ്പിത സംപ്രീതരായ തേ വരദ വരം നൽകുന്ന ദേവന്മാർ വരാന്തതു അദ്ദേഹത്തിന് എല്ലാ വരങ്ങളെയും കൊടുത്തു. അദ്ദേഹം ഒരു പക്ഷേ 100ാമത്തെ യജ്ഞം പൂർത്തിയാക്കിയാൽ ഈ വരം കിട്ടില്ലായിരുന്നു. കാരണം അത് പൂർത്തിയാക്കണമെങ്കിൽ ദേവേന്ദ്രനെ വധിക്കണം. അപ്പോൾ ദേവന്മാരാരും ഇത് സ്വീകരിക്കില്ല, ദേവന്മാർക്ക് ആർക്കും സ്വീകരിക്കാൻ വരാൻ പറ്റില്ല, അവരുടെ അനുഗ്രഹവും കിട്ടില്ല. പക്ഷെ അദ്ദേഹം അത് നിർത്തിവെച്ചപ്പോൾ, ആ ആഗ്രഹം തുടരാതെ നിർത്തിവെച്ചപ്പോൾ എല്ലാ ദേവന്മാരും ആ യജ്ഞത്തിൽ സംപ്രീതരായിട്ട് ഇതുവരെ ചെയ്തതിലെല്ലാം സംപ്രീതരായിട്ട് പൃഥുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളെയും കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 41. വിപ്രാ സത്യ ആശിഷഃ തുഷ്ടാഃ ശ്രദ്ധയാ ലബ്ധദക്ഷിണഃ ആശിഷഃ യുയുജുഹു ക്ഷത്ത ആദിരാജായ സത്കൃതഃ. ഇനി വിപ്ര അവിടെ യജ്ഞം ചെയ്ത ബ്രാഹ്മണന്മാർ സത്യ ആശിഷഃ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുത്ത ശ്രദ്ധയാ സത്കൃത വളരെ ശ്രദ്ധയോടെ പൃഥു ചക്രവർത്തിയാൽ സത്കരിക്കപ്പെട്ട ലബ്ധദക്ഷിണ പൃഥുവിൽ നിന്നും ഒരുപാട് ദക്ഷിണ നേടിയെടുത്ത ആ മഹർഷിമാരെല്ലാം തുഷ്ട വളരെ സന്തോഷത്തോടെ ആശിഷ യുയുജു എന്ന് വെച്ചാൽ പൃഥുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി. ക്ഷത്ത എന്ന് പറയുന്നത് വിതുരരെ. അപ്പോൾ യജ്ഞം ചെയ്ത യജ്ഞത്തിൻ്റെ ഹവിസ സ്വീകരിച്ച ദേവന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും പൃഥുവിന് കിട്ടി. ആ യജ്ഞം അനുഷ്ഠിച്ച മഹർഷിമാർ പൃഥു ചക്രവർത്തിയുടെ ആദരവോടെയുള്ള സ്വീകരണവും ദാനങ്ങളും ഒക്കെ സ്വീകരിച്ചവർ സന്തോഷത്തോടെ പൃഥുവിനെ അനുഗ്രഹിച്ചു. ഇനി അധ്യായത്തിലെ അവസാന ശ്ലോകം 42. ത്വയാ ആഹൂത മഹാബാഹോ സർവയേവ സമാഗതഃ പൂജിതാ ദാനമാനാഭ്യാം പിതൃദേവ ഋഷിമാനവഃ. അതിനുശേഷം ബ്രഹ്മാവ് പറയാണ്, ത്വയാ ആഹൂത പൃഥു ചക്രവർത്തിയെ മഹാബാഹോ അല്ലയോ മഹാബാഹോ അങ്ങയാൽ ക്ഷണിക്കപ്പെട്ട, ത്വയാ ആഹൂത എന്നാൽ അങ്ങയാൽ ക്ഷണിക്കപ്പെട്ട പിതൃദേവ ഋഷിമാന പിതൃമാനവ പിതൃക്കളെ ദേവന്മാർ ഋഷികളെ മനുഷ്യരെ എല്ലാവരും സർവയേവ സമാഗത എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ദാനമാനാഭ്യാം അങ്ങ് നൽകിയ ദാനധർമ്മങ്ങളും ബഹുമാനങ്ങളും സ്വീകരിച്ച് സന്തുഷ്ടരായിട്ട് പൂജിത അങ്ങയാൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം ഈ യജ്ഞം പൂർത്തിയാക്കിയില്ലെങ്കിൽ പോലും അങ്ങേക്ക് ഉണ്ടായിരിക്കും എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. അങ്ങ് ആരെയൊക്കെയാണോ ക്ഷണിച്ചു വരുത്തിയത് ഈ യജ്ഞം പൂർത്തീകരിക്കുമ്പോൾ കാണാനായിട്ട് ആ ദേവന്മാർ ഋഷിമാർ അതുപോലെ പിതൃദേവന്മാർ മനുഷ്യരെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും അങ്ങ് നൽകിയ ആദരവും ബഹുമാനവും ദാനങ്ങളെയും സ്വീകരിച്ച് സംപ്രീതരായിട്ട് അവരുടെ എല്ലാവരുടെ അനുഗ്രഹങ്ങളും അങ്ങേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങ് ഈ യജ്ഞം പൂർത്തിയാക്കിയില്ല എന്ന് വിചാരിച്ച് അങ്ങേക്ക് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല. എല്ലാ യശസ്സും കീർത്തിയും അനുഗ്രഹങ്ങളും അങ്ങേക്ക് ഉണ്ടാവും. കാരണം അങ്ങ് ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ്. ഈ ഭൂമിയിൽ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക
കീർത്തിയെ, എല്ലാത്തിനെയും ജയിച്ചവൻ എന്ന കീർത്തിയെ ദേവേന്ദ്രൻ്റെ മുന്നിൽ തോറ്റുകൊടുത്തില്ലേ, അതിനെയും നഷ്ടപ്പെടുത്തി വലിയ ഒരു ആഗ്രഹത്തെയും വേണ്ടാന്ന് വെക്കാൻ അങ്ങെടുക്കുന്ന ഈ ത്യാഗം ഉണ്ടല്ലോ, അതിന് എല്ലാവരുടെയും അനുഗ്രഹം അങ്ങേക്കുണ്ടാവുമെന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ബ്രഹ്മദേവൻ അവിടെ നിന്ന് മറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു.